എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം. ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വടക്കുംനാഥ ക്ഷേത്രത്തിൽ ആനയൂട്ടിനെത്തിയതാണ് ഉമാമഹേശ്വര മഠം ഉമാദേവി. അപ്പോൾ ഉമാദേവി ഇങ്ങനെ ആനയൂട്ടൊക്കെ കഴിഞ്ഞ് പയ്യെ നടന്നു പോകുന്ന സമയത്ത് വടക്കുംനാഥൻ്റെ മുറ്റം നിറച്ച് ചെളിയാണ്. മഴയിൽ പുതഞ്ഞ് കിടക്കുകയാണ്. വടക്കുംനാഥൻ്റെ മുറ്റം നിറച്ച് ഭീകരമായ ചെളിയാണ്, നടക്കാൻ വയ്യ. അപ്പോൾ ചളി ഒഴിവായി പോകാമെന്നുള്ള രീതിയിൽ ആദ്യം ഒന്ന് സൈഡ് മാറി പോകാൻ ശ്രമിച്ചു. പക്ഷേ ഉമാദേവിക്ക് മനസ്സിലായി ചളിയിലൂടെ മാത്രമേ അപ്പുറം കിടക്കാൻ പറ്റുള്ളൂ. ചളിയിൽ പൂണ്ട് കിടക്കേണ്ടി വരും, ചളിയിൽ നീന്തി അപ്പുറം കിടക്കേണ്ടി വരും എന്ന് മനസ്സിലായി. ഒടുവിൽ ഗത്യന്തരമില്ലാതെ ഒരു നിവൃത്തിയുമില്ലാതെ ചളിയിലേക്ക് ഇറങ്ങി. ചളിയിൽ ഓരോ അടി വെച്ച് പതിയെ പതിയെ അപ്പുറത്തെത്തിയപ്പോഴാണ് എന്നാൽ പിന്നെ ഒന്ന് കാല് കഴുകി കളയാം, അല്ലാതെ ഭഗവാനെ കാണാൻ പോകുന്ന അത്ര ശരിയല്ല. ഒന്ന് കാല് കഴുകി കുറച്ച് വെള്ളമൊക്കെ നനച്ച് മേലൊക്കെ ഒന്ന് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ കാല് കഴുകിയിട്ട് പോകണമെന്ന് ഉമാദേവി പറയുമ്പോൾ പാപ്പാന്മാർക്ക് അനുസരിക്കാതിരിക്കാൻ പറ്റുമോ? ഇല്ല. അവർ നേരെ പൈപ്പിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി കാലൊക്കെ നല്ല വൃത്തിയിൽ ഉരച്ച് നല്ല ഗംഭീരമായി കഴുകി. അങ്ങനെ ആന ഇങ്ങനെ സന്തോഷമായിട്ട് മനസ്സ് നിറഞ്ഞിങ്ങനെ നിൽക്കുകയാണ് അല്ലേ. എന്താ പറയുക, ആനയൂട്ട് കഴിഞ്ഞു, ചെളിയിലിറങ്ങിയെങ്കിലും കാലൊക്കെ കഴുകി തന്നു, നല്ല സന്തോഷമായി മനസ്സ് നിറഞ്ഞിങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരുപാട് ആരാധകരാണ് ചുറ്റിനും നിൽക്കുന്നത് ഉമാദേവിയെ കാണാൻ. ആ സമയത്ത് എന്താ ഉണ്ടായത്? എല്ലാവർക്കും മനസ്സ് സന്തോഷമായിട്ട് നിൽക്കില്ല. അപ്പോൾ എല്ലാവർക്കും കൊടുത്തു അനുഗ്രഹം. തുമ്പിക്കൈയൊക്കെ പൊക്കി എല്ലാവരെയും നന്നായിട്ട് അനുഗ്രഹിച്ചു, മനസ്സ് നിറഞ്ഞ് അനുഗ്രഹിച്ചു. എല്ലാവരെയും കണ്ടതിലുള്ള സന്തോഷം തുമ്പിക്കൈ പൊക്കി എല്ലാ ഭക്തജനങ്ങളെയും ആനപ്രേമികളെയും അറിയിച്ചു. വീണ്ടും പാപ്പാന്മാരുടെ എല്ലാവരുടെയും കൂടെ നേരെ പുറത്തേക്ക്, അത് കഴിഞ്ഞ് നേരെ നാട്ടിലേക്ക്.